ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. ഇന്നത്തെ ഒരു വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ എന്തായാലും എന്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇന്നൊരു അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ഹോൾ വീഡിയോ ആണ്. കാരണം ഇന്ന് ഓൾ ദ ഡ്രസ്സസ് ഫ്രം മിന്ത്രയാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഹോൾ വീഡിയോ എന്ന് പറയുന്ന എല്ലാം ഒന്നുകിൽ മീഷോ അല്ലെങ്കിൽ കൂടുതലും നൈക്ക പ്രോഡക്ട്സ് ആണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫേവറേറ്റ് ഒരു ക്ലോത്തിങ് ആപ്പായിട്ടുള്ള മിന്ത്രയിൽ ഞാൻ കുറച്ച് ഡ്രസ്സസ് കാണിക്കാന്ന് ചോദിച്ചു. ഡോണ്ട് മൈൻഡ് മൈ നെയിൽസ്, എല്ലാ നെയിൽ പോളിഷൊക്കെ അടർന്നുപോയി. അപ്പോൾ ഇന്നത്തെ എല്ലാ ഡ്രസ്സും മിന്ത്രയിൽ നിന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇന്നൊരു 1 2 3 4 ഡ്രസ്സസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിച്ച് തന്നെ ഡെലിവറായി. ഞാൻ ഒന്നും ഓപ്പൺ പോലും ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ വെച്ചേക്കുവാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റാൻഡംലി നോക്കുമ്പം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ്. എന്താ പറയാ, എപ്പോഴും ഞാൻ അധികവും ഡ്രസ്സസ് എല്ലാം വാങ്ങിക്കുന്ന മിന്ത്രയിൽ തന്നെയാണ്. കാരണം എനിക്ക് അത്രയും ട്രസ്റ്റി ആയിട്ടുള്ള സൈസും എന്താ പറയാ ക്ലോത്തും ഒക്കെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആപ്പാണത്. അപ്പോൾ ഇന്നും ഇപ്രാവശ്യം ഞാൻ ഡ്രസ്സസ് എന്ന് പറയുന്നത് ഡ്രസ്സസ് ആണ് സംഭവം. എല്ലാം ഒരു നീ ലെങ്ത് വരുന്ന, നീ ലെങ്ത്തിലും കുറച്ച് താഴെ നിൽക്കുന്ന കുറച്ച് ഡ്രസ്സസ് ആണ്. അപ്പോൾ ഞാൻ നോർമലി ഇടുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ഇടുന്ന ടൈപ്പ് ഓഫ് ആണ്, പക്ഷേ എന്നാലും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം എന്തായാലും നമുക്ക് നീട്ടി വലിക്കാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് എനിക്ക് സൈസ് കറക്റ്റ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ള ഓരോ ഡ്രസ്സ് ഉണ്ട്. അത് തന്നെ നമുക്ക് ആദ്യം നോക്കാം. എല്ലാം കൂടെ ഒരു 4 ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൽ ഓരോന്നിൻ്റെയും കളറും ക്വാളിറ്റിയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഡ്രസ്സ് വന്നിട്ട് ഇത് ഞാൻ കുറച്ചൊരു ലൈറ്റിലാണ് നിങ്ങൾ കാണുന്നത്, പക്ഷെ എന്നാലും ഇതിൽ നിങ്ങൾ കാണുന്ന എക്സാക്ട് കളർ തന്നെയാണ് കേട്ടോ. ഇത് നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ബ്ലൂ വിത്ത് ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള എന്താ പറയാ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ്. ദിസ് ഈസ് ലുക്കിംഗ് ഗുഡ് ഫോർ മീ അല്ലെ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ചെറിയൊരു ഇലാസ്റ്റിക് സംഭവം വരുന്നുണ്ട് നമ്മുടെ ചെസ്റ്റിന്റെ താഴെ വരുന്ന പോർഷനിൽ. ഞാൻ യൂസ് ചെയ്തിട്ട്, അതായത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിന്റെ കൂടെ സൈഡിൽ ഞാൻ എന്തായാലും അറ്റാച്ച് ചെയ്യാം. ഇതിൽ നിങ്ങൾ കാണുന്ന സെയിം കളറാണ്, ഇത് ഒരു മാറ്റവും ഇല്ല. ഞാൻ ഡേ ലൈറ്റിലും കൂടെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കൈ കുറച്ചൊരു ലൂസ് ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ ഒരു സ്ലീവ് വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ഫോർ അവർ സമ്മർ സീസണിൽ. പെർഫെക്റ്റ് ഓപ്ഷനാണ്. എന്താണ് കൊതുക്, ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. എന്താ പറയാ, കോട്ടൺ ആണ്, പക്ഷെ നമ്മുടെ സോഫ്റ്റ് കോട്ടൺ എന്ന് പറയില്ലേ, നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ബോഡിയിൽ ഇങ്ങനെ നമ്മൾ തൂവല് പോലെ നിൽക്കുന്ന ഒരു കോട്ടൺ ഇല്ലേ, ആ സെയിം തുണിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്, ഭയങ്കര സോഫ്റ്റ് ആണിത്. ഇത് ഞാൻ ഫോട്ടോ കണ്ടപ്പം എക്സാക്ട് ആ ഒരു കളറിലും ആ ഒരു ഭംഗിയിലും വരുന്നു ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെന്നെ ഞെട്ടിച്ചു. സ്ലിറ്റും കാര്യങ്ങളൊന്നുമില്ല, നോർമൽ ആയിട്ടുള്ള ഒരു സൈഡിൽ സ്ലിറ്റ് ഉണ്ട് കേട്ടോ. 2 സൈഡിലുണ്ടോ? 2 സൈഡിലും താഴെ ഒരു മാക്സി ഡ്രസ് പോലത്തെ സംഭവമാണല്ലോ, താഴെ ഒരു സ്ലിറ്റും വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്ന സംഭവം. ഞാൻ ഒരു സൈഡിൽ കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്. എല്ലാ ഡ്രസ്സസും എബോവ് 1000 ആണ്. ഇതിന് എക്സാക്ട് റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 700 സംതിങ് അങ്ങനെയാണ്. ഞാൻ എന്തായാലും പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഭയങ്കര രസമുള്ള ഒരു ഡ്രസ്സാണ്. ഇത് നിങ്ങൾ മസ്റ്റ് ബൈ ആണെന്ന് ഞാൻ പറയും, അത്രയും സൂപ്പറാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്. ഇനി നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് ഞാൻ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും ഒന്നിച്ച് ഓപ്പൺ ചെയ്യാം. ഇത് ഈ സെയിം ബ്രാൻഡിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. വൈറ്റ് പ്ലസ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത്. ഇതും അടിപൊളി ക്ലോത്ത് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാവ്. ഇത് സെയിം പാറ്റേണിൽ വരുന്ന ഡ്രസ്സാട്ടോ, പക്ഷെ പ്രിന്റ് മാറ്റമാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആക്ച്വലി സെയിം പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല. ഇതിന് സൈഡിൽ സ്ലിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ബട്ട് നെക്കൊക്കെ ഏകദേശം ഒരുപോലെയാണ്, സ്ലീവ്സും ഒരുപോലെയാണ്. ഇത്
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇതും മസ്റ്റ് ബൈ ആണെന്ന് ഞാൻ പറയും. അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ. ഒരു വീനക്കാണ് വരുന്നത്, ഇത് രണ്ടും വീനക്കാണ്. ബട്ട് ദിസ് ഇസ് ലുക്കിംഗ് വെരി ഗുഡ്. ഈ ഒരു സംഭവം അല്ലേ, ഇത് നമ്മുടെ ചെസ്റ്റിന്റെ താഴെ കുറച്ച് കറക്റ്റ് ഒരു വയറിന്റെ അവിടെ നിൽക്കുമെന്ന് എനിക്കറിയില്ല, അതിൽ കുറച്ച് മേലോട്ടേക്കായിട്ട് ഇത് എങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം. നല്ല ഷേപ്പ് കിട്ടും അങ്ങനെ ഉണ്ടാവുമ്പോൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി. അതിനേക്കാളും കുറച്ചും കൂടെ ഒരു പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു മിക്സഡ് ക്ലോത്ത് ആണ് വരുന്നത്. ബട്ട് ഭയങ്കര ക്വാളിറ്റി ഉള്ള ക്ലോത്ത്, നല്ല രസമുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇത് വാഷ് ചെയ്താലും ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു എനിക്കില്ല. പ്രിന്റും പോവില്ല, പ്രിന്റ് തന്നെയാണ്, പെയിന്റ് അല്ല. അപ്പോൾ ഇതും ഒന്നും ആവാനുള്ള സാധ്യത കാണുന്നില്ല. അടിപൊളി സംഭവം. കൈ രണ്ടിന്റെയും സെയിം ആണ് വരുന്നത്, നെക്കിന്റെ അവിടെയും. ഇതിനങ്ങനെ സ്ലിറ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ് വരുന്നത്. ഇതും ഫോർ സമ്മർ അടിപൊളി ഓപ്ഷൻ ആണ്, ഒന്നും പറയാനില്ല. ഇത് മനോജവ മീ പ്രോമിസ് കംഫർട്ട്, ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇതാണ് ബ്രാൻഡിന്റെ പേര് വരുന്നത്. ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഭയങ്കര രസമുണ്ട്, എനിക്ക് എന്തോ ഒരു ഓർഗാനിക് കോട്ടൺ ഒക്കെ പോലെ തോന്നുന്നു സംഭവം. മനോജവ, യാ, MANOJAVA, അതാണ് ബ്രാൻഡ് വരുന്നത്. താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് us. യുവർ ഓർഡർ മെയ്ഡ് അവർ ഡേ. വി ഹോപ്പ് ദിസ് മേക്സ് യുവേഴ്സ്. യെസ്, ഓഫ് കോഴ്സ്. Dear customer, hope we put a smile on your face with every purchase. Thank you. Medium iron, made in India ആണ്. അടിപൊളി പ്രോഡക്റ്റ്, അടിപൊളി പ്രോഡക്റ്റ്, എനിക്കൊന്നും പറയാനില്ല. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ട് ഞാൻ പറയും. എന്തായാലും ഐ ആം കീപ്പിംഗ് ഇറ്റ്, നോ റിട്ടേൺ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ് വന്നിട്ട്. ഇതെല്ലാം ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കാണുമല്ലോ. എൻ്റെ വിഷ് ലിസ്റ്റ് ഫുള്ളായത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാം ഞാൻ എടുത്തിട്ട് കാർട്ടിലിടുക ഏരിയയിൽ. അപ്പൊ അതിൽ നിന്ന് ഞാൻ ബൈ നൗ കൊടുത്തിട്ട് വാങ്ങുന്ന ഐറ്റംസ് ആയിട്ടൊക്കെ. എനിക്ക് അത്രയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ്. ഞാൻ എപ്പോഴും മിന്ത്ര ഫാനാണ് ആക്ച്വലി. ഇതും ഞാൻ അങ്ങനെ കാർട്ടിൽ കുറെ നാളായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഒരു റെഡ്, ഡാർക്ക് റെഡ് ആണ്. എല്ലാം ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഇതെനിക്ക് ഇട്ട് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതെനിക്ക് പാകമാണോ ഇല്ലയോ എന്നുള്ളതെല്ലാം. ഈ റെഡും ഒരു ചില്ലി റെഡ്, എൻ്റെ ഈ ഡ്രസ്സിൽ കാണുന്ന കൈൻഡ് ഓഫ് റെഡ് ഇല്ലേ, അങ്ങനത്തെ സംഭവമാണ്. ഇതൊരു ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യും നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ്, ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. അതർവൈസ് നമുക്ക് ഡെയിലി യൂസിനും നല്ലതാണ്. ഇതിപ്പോൾ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാ? ഇത് എല്ലാ പ്രൊഡക്റ്റും ഞാൻ ലാർജാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം എനിക്ക് ലാർജ് ടു മീഡിയം ആണ് ഇപ്പോഴത്തെ ഒരു സൈസ് വെച്ചിട്ട്. ഇതൊന്നുമില്ല, ഇവിടെ എല്ലാം പ്ലെയിൻ ആണ് ഡ്രസ്സ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഭംഗി എന്താ ഞാൻ കണ്ടിട്ട് വാങ്ങി വെച്ചാൽ ഇതിന്റെ സ്ലീവ്സ് കണ്ടോ, നല്ലൊരു ഫ്ലോറൽ അല്ലേ? യെസ്, ഫ്ലോറൽ ഫുൾ എംബ്രോയിഡറി ആണ്. ഹാൻഡ് എംബ്രോയിഡറി പോലെ തോന്നുന്നു എനിക്ക്. അപ്പോൾ ഈ സംഭവം കണ്ടിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചത്. ആൻഡ് ഇതൊരു നല്ല ചില്ലി റെഡാണ്, ഭയങ്കര ഒരു ഡാർക്ക് മെറൂൺ ടൈപ്പ് ഓഫ് റെഡ് അല്ല, ഒരു ചില്ലി റെഡ്. ഈ റെഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ഇതും ഒരു നീ ലെങ്ത്തിന് താഴെ നിൽക്കുന്നതാണ്. വേറെ പരിപാടി ഒന്നുമില്ല, ഫ്രണ്ടിലൊന്നും പ്ലെയിൻ ആണ്. ഹൈലൈറ്റ് വന്നിട്ട് നമ്മളെ കൈയാണ്. ആൻഡ് ബാക്കിൽ ഇതുമാതിരി ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ടൈപ്പ് ഓഫ് എലാസ്റ്റിക് ആണ് ബാക്കിൽ ആ ഒരു സ്റ്റിച്ചിന്റെ പോർഷനിൽ വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതും ഫോർ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ സമ്മർ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതെന്ന് വെച്ചാൽ കുറച്ച് നമുക്കിങ്ങനെ ബോഡി ഹഗ്ഗിങ് അല്ലാണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ക്ലോത്ത് ഇല്ലേ, ആ ക്ലോത്ത് ആണിത്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഒന്നും ക്ലോത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്രാവശ്യത്തെ ഷോപ്പിങ്ങിൽ ഒന്നും പറയാനില്ല. അടിപൊളി ക്ലോത്ത് ആണിതും. ഇത് മസ്റ്റ് ആൻഡ് ഹാർബർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ്. ഇവരുടെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഡ്രസ്സസ് ആയിട്ടും ഇവരുടെ വേറെന്തായിരുന്നു പാന്റ് ആയിട്ടും ജീൻസ് ഒക്കെ ഇവരുടെ അടിപൊളി സംഭവമാണ്. ഇത് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് മിന്ത്രയില്, അതൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ.
മാസ്റ്റൺ ഹാർബറിന്റെ സാധനം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് 2699 ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 800-700 റേഞ്ചിലാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഒരു സൂപ്പർ ഡ്യൂപ്പർ സാധനമാണ്. ഇതും ഞാൻ മസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഈവനിങ് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ലൊരു ഹീൽസും പിന്നെ നല്ലൊരു ഇയറിങ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ഒരു ഗോൾഡൻ ജ്വല്ലറി ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഇതും ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, അടിപൊളിയാണ്. ഇത്രയും സാധനങ്ങൾ തുറന്ന സ്ഥിതിക്ക് എന്തായിരിക്കും നമ്മുടെ ലാസ്റ്റ് എന്താ പറയാ ബോക്സിൽ വരാൻ പോണേന്നുള്ളത് എനിക്ക് എന്തായാലും അറിയാം. ആൻഡ് ഇത് ഞാൻ കുറേ നാളായിട്ട് എൻ്റെ കാർട്ടിൽ ഇട്ടിട്ട് ഞാൻ വായിക്കാനുള്ള ഒരു സാഹചര്യം വരാത്തതുകൊണ്ട് ഞാൻ വാങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. ഇതൊരു ടീഷർട്ട് ഡ്രസ്സാണ്. ഇത്രയും സാധനങ്ങൾ തുറന്നുകൊണ്ട് എന്തായാലും എനിക്കറിയാമല്ലോ, ഭയങ്കര പ്രിന്റൊക്കെ വരുന്ന ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു ഫസ്റ്റ് സൈറ്റ് ലവ് എന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. നമുക്കൊരു വെക്കേഷൻ മൂഡൊക്കെ അടിപൊളിയാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതിൽ കുറെ നൂലും ചപ്രാന്തികളൊക്കെ ഉണ്ട്. അതോട്ടെ, ഒരു ബ്യൂട്ടിഫുൾ പ്രിന്റ് വരുന്ന ഫുൾ പ്രിന്റ് ആട്ടോ, ഫ്രണ്ട് ഫുള്ള് പ്രിന്റ് വരുന്ന ഒരു സൂപ്പർ ഡ്രസ്സാണ്. ഇത് ഫുൾ ഒരു ടീഷർട്ട് നമ്മളെങ്ങനെയാണ് ഇടുന്നത് അതിന്റെ സെയിം കൈൻഡ് ഓഫ് സംഭവം. ഹൂഡി എന്ന് പറയാൻ പറ്റില്ല, ടീഷർട്ട് ഡ്രസ്. ഇത് ഒരു നീ ലെങ്ത് വരെ വരുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാള് കാർട്ടിൽ ഇട്ട് വെച്ച് ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ എന്തായാലും ഈ സൈഡിൽ ഇങ്ങനെ റൺ ചെയ്യും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ. അപ്പൊ ഇതും ഞാൻ ഒരു മസ്റ്റ് ഹാവ് ആയിട്ട് പറയും. പോക്കറ്റ് ഒക്കെ ഉണ്ട്, രണ്ട് സൈഡിലില്ല. മറ്റേ റീൽസിൽ കാണുന്ന സംഭവം സത്യ. പോക്കറ്റുള്ള ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഗേൾസ് ഹാവ് ഫൺ. കുറെ ഫോട്ടോസ് ഇങ്ങനെ പോക്കറ്റിലൊക്കെ കൈയിട്ട് എടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ സന്തോഷം, അത് മാത്രമാണ് നമ്മുടെ സന്തോഷം. അപ്പൊ ഈ പോക്കറ്റൊക്കെ ഉണ്ട് സൈഡിൽ. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രിന്റ് പോവും. പ്രിന്റ് ചിലപ്പം പോകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ എന്തായാലും പരമാവധി ഇതിട്ട് മുതലാക്കിയതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. പ്രിന്റ് പോകുന്നല്ല, അവിടെ ഇവിടെ നമ്മളിങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ സ്ക്രാച്ച് ഔട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകി നമ്മളിങ്ങനെ തിരുമുമല്ലോ, തിരുമ്പി എടുക്കുമ്പോൾ ആ മടക്ക് അങ്ങനെ തന്നെ വീഴാനുള്ള സാധ്യതയുണ്ട് തോന്നുന്നു എനിക്ക് ഈ സംഭവം കണ്ടിട്ട്. ഐ എം നോട്ട് ഷുവർ. അപ്പൊ ഇതും അങ്ങനെ ഒരു ഡ്രസ്സാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഇട്ട് ഞാൻ ഒരു പൊളിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഒന്നിനൊന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്തോ ചെറിയ വോൾട്ടേജ് ഇഷ്യൂ ഉണ്ട്, അതാണ് ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത്. നിങ്ങൾ പ്ലീസ് ഡോണ്ട് മൈൻഡ്. അപ്പൊ എല്ലാ ഡ്രസ്സും എനിക്ക് ഒന്നിനൊന്ന് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല. എപ്പോഴും എനിക്ക് നല്ലത് കിട്ടാറുണ്ട്, എന്നാലും എനിക്ക് ഈ ഒരു ചെറിയ കോട്ടൺ സംഭവം വരുമ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയാനില്ല, എല്ലാം നല്ല സൂപ്പർ സംഭവമാണ്. ഞാൻ ഈ 4 പ്രോഡക്റ്റിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലിങ്ക് അല്ല, എൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ലിങ്ക് കൊടുക്കാനുള്ള വഴി ഇപ്പം എനിക്ക് തൽക്കാലം ആയിട്ടില്ല. അപ്പൊ ഇത് ഞാൻ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൊടുക്കാം. കോഡ് ഉണ്ടെങ്കിൽ കോഡും കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് മിന്ത്രയിൽ കയറി കോഡ് സെർച്ച് ചെയ്യുന്ന പണിയേ ഉണ്ടാവുള്ളൂ. ഈ 4 ഞാൻ എന്തായാലും റിക്വസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വാങ്ങിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്നെ പോലത്തെ ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ. പിന്നെ ഇതിൽ നേവൽ എക്സ്പോസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. എത്ര ഇടാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന ആൾക്കാർക്കാണെങ്കിലും ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള നോർമൽ ഡ്രസ്സസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം ഷോപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇനിയും നിങ്ങൾക്ക് എങ്ങനത്തെ കോണ്ടന്റ്സ് അല്ലെങ്കിൽ എങ്ങനത്തെ ഹോൾ വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത് പ്ലീസ് ടു കമന്റ് ബിലോ. അപ്പൊ ഞാൻ അതിനനുസരിച്ചുള്ള ഹോൾ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ വീഡിയോ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇനി അടുത്തൊരു അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ട്. നമുക്ക് ഷുട്ടൂന് നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു സൈക്കിള്. അപ്പൊ അതിന്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ വഴിയേ ഇടാം.
അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.